ആഗോള സാങ്കേതിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൈവരികയാണ്. പരീക്ഷണങ്ങളിൽ നിന്ന് പ്രായോഗിക മാറ്റങ്ങളിലേക്ക് ലോകം മാറുന്നതായുള്ള ചില നിർണായക പ്രഖ്യാപനങ്ങളാണ് ഈ മാസം പുറത്തു വന്നിരുന്നത്. കേവലം ഹൈപ്പ് എന്നതിനപ്പുറം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും ആഗോള ബിസിനസ്സിനെയും മാറ്റിമറിക്കുന്ന പ്രധാന അപ്ഡേറ്റുകൾ താഴെ പറയുന്നവയാണ്. ഒന്ന്, ആഗോള 5G വരിക്കാർ 300 കോടി കടന്നു എന്നതാണ് എറിക്സന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ആഗോളതലത്തിൽ 5G മൊബൈൽ ഉപഭോക്താക്കളുടെ എണ്ണം 310 കോടിയായിട്ടുണ്ട്, അഥവാ 3.1 മില്യൺ കടന്നതായി പ്രമുഖ ടെലികോം കമ്പനിയായ എറിക്സൺ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. ഈ വർഷത്തിന്റെ ആദ്യ 3 മാസങ്ങളിൽ മാത്രം 16 കോടി പുതിയ ഉപഭോക്താക്കളാണ് 5Gയിലേക്ക് മാറിയിട്ടുള്ളത്. വെറും കണക്ടിവിറ്റി എന്നതിനപ്പുറം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI സാങ്കേതിക വിദ്യ മൊബൈൽ നെറ്റ്വർക്കുകളിലേക്ക് പൂർണ്ണമായി സംയോജിപ്പിക്കുന്ന ഒരു ഘട്ടമാണിത്. FWA ഫിക്സഡ് വയർലെസ് ആക്സസ് കേബിളുകൾ ഇല്ലാതെ വീടുകളിലും ഓഫീസുകളിലും അതിവേഗ ഇന്റർനെറ്റ് നൽകുന്ന 5G FWA സംവിധാനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള 71% ടെലികോം കമ്പനികളും മാറിക്കഴിഞ്ഞു എന്നതാണ്. ഇനി രണ്ടാമത്തേത് AI നേറ്റീവ് സോഫ്റ്റ്വെയറുകളുടെ കാലമാണ്. ആപ്പ് സ്വിച്ചിങ് അവസാനിക്കുന്നു എന്നതാണ്. ലോകത്തെ സാങ്കേതിക ലോകത്തെ ഏറ്റവും പുതിയ പ്രവണത എന്നത് വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ഫോണിൽ ആപ്പുകൾ മാറി മാറി ഉപയോഗിക്കുന്ന രീതി, അഥവാ ആപ്പ് സ്വിച്ചിങ് അവസാനിക്കുകയാണ് എന്നാണ്. JP മോർഗൻ ഉൾപ്പെടെയുള്ള ആഗോള ധനകാര്യ ടെക് സ്ഥാപനങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇനി മുതൽ സിംഗിൾ AI നാറ്റീവ് പരിസ്ഥിതിയാണ് വരാൻ ഇരിക്കുന്നത്. അതായത് ഉപഭോക്താവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി ഒരൊറ്റ AI വിൻഡോയിലൂടെ തന്നെ പല ആപ്പുകളുടെയും വെബ്സൈറ്റുകളുടെയും പ്രവർത്തനങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ സാധിക്കുന്നു എന്നായിരിക്കും അതിൻ്റെ അപ്ഡേഷൻ. അത് വരാനിരിക്കുന്നു. മറ്റൊന്ന്, ഫിസിക്കൽ AIയുടെ വരവാണ്. ഫാക്ടറികളിലും വെയർഹൗസുകളിലും സ്മാർട്ട് സിറ്റികളിലും ഫിസിക്കൽ AI അഥവാ AI ആൻഡ് റോബോട്ടിക്സ് വലിയ രീതിയിൽ പ്രാബല്യത്തിൽ വരികയാണ്. റോബോട്ടിക് കൈകൾ മനുഷ്യരെ കണ്ടുപഠിച്ച് കാര്യങ്ങൾ സ്വയം ചെയ്യുന്ന രീതിയിലേക്ക് വികസിച്ചിട്ടുണ്ട്. സ്മാർട്ട് കെട്ടിടങ്ങളിലെ എയർ കണ്ടീഷൻ, ലൈറ്റിംഗ്, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ മനുഷ്യരുടെ സാന്നിധ്യവും പെരുമാറ്റ രീതികളും മനസ്സിലാക്കി പൂർണ്ണമായും AI സ്വയം നിയന്ത്രിക്കുന്ന രീതി പല വികസിത രാജ്യങ്ങളിലും വ്യാപകമായിട്ടുണ്ട്. അത് കൂടുതൽ വ്യാപിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ. മറ്റൊന്ന്, ഫിൻടെക് രംഗത്തെ ശതകോടികളുടെ വമ്പൻ നിക്ഷേപങ്ങൾ ആഗോള ഫിനാൻഷ്യൽ ടെക്നോളജി കമ്പനികളിലേക്ക് ലോകോത്തര ഭീമന്മാർ വൻ നിക്ഷേപങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരിക്കുന്നത്. പ്രമുഖ ഫിൻടെക് കമ്പനിയായ റാമ്പിന്റെ മൂല്യം AI അപ്ഡേറ്റുകളോടെ $44 ബില്യൺ ഉയർന്നു എന്നതാണ്. മറ്റൊന്ന്, ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനിയായ മെറ്റ ഇന്ത്യൻ ഫിൻടെക് യൂണിക്കോൺ ആയ ക്രെഡിൽ $900 മില്യൺ ഭീമൻ നിക്ഷേപം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ്. വാട്സാപ്പ് വഴിയുള്ള പണമിടപാടുകളും ബിസിനസ് കൊമേഴ്സും കൂടുതൽ കരുത്തുറ്റതാക്കാനാണ് ഈ നീക്കം. അഞ്ചാമത്തേത്, ക്ലൗഡ് 3.0 വിപ്ലവം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പരീക്ഷണാടിസ്ഥാനത്തിൽ കമ്പനികൾ ഉപയോഗിച്ചിരുന്ന ജനറേറ്റീവ് AI പ്രോഗ്രാമുകൾ ഒഫീഷ്യൽ ബിസിനസ് ഘടനയുടെ ഭാഗമായി മാറുകയാണ്. ഇതിനായി ക്ലൗഡ് 3.0 എന്ന സുരക്ഷിതമായ ഹൈബ്രിഡ് ആർക്കിടെക്ചറിലേക്ക് ഗൂഗിൾ, മെറ്റ, എൻവിഡിയ തുടങ്ങിയ കമ്പനികൾ മാറുകയാണ് എന്നതാണ്. വിവരങ്ങളുടെ സുരക്ഷിതത്വവും വേഗതയുമാണ് ഇതിലൂടെ ഉറപ്പാക്കുന്നത്. ചുരുക്കത്തിൽ, ലോകം AI പരീക്ഷണങ്ങളുടെ ഘട്ടം കഴിഞ്ഞ് അതിനെ മൊബൈൽ നെറ്റ്വർക്കുകളിലും സാമ്പത്തിക ഇടപാടുകളിലും റോബോട്ടിക്സിലും നേരിട്ട് ഉപയോഗിക്കുന്ന പ്രായോഗിക തലത്തിലേക്ക് മാറുകയാണ് എന്നതാണ് ഇന്നു മുതൽ ലോകത്ത് നടപ്പിലാകുന്ന ടെക്നോളജി സംബന്ധമായ അപ്ഡേറ്റ്.